ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പതിവ് പോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ നമ്മുടെ ഏകാദശി എടുത്തിരുന്നു, നിർജ്ജല ഏകാദശിയാണ് എടുത്തിരുന്നത്. എനിക്കത് ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. ബ്രഹ്മമുഹൂർത്തത്തിൽ ആ സമയത്ത് തന്നെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വ്രതം ആരംഭിച്ചത്. പിന്നെ ഇന്നലെ ദിവസം മുഴുവനും ഞാൻ ഒന്നും കഴിച്ചില്ല, വെള്ളം കുടിക്കാതെ തന്നെയാണ് വ്രതം എടുത്തത്. വീട്ടിലുള്ളവർക്കറിയില്ല ഞാൻ നിർജ്ജല ഏകാദശിയാണ് എടുത്തത് തന്നെ. ഏകാദശി വ്രതം എടുക്കുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ആകാറായപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എനിക്കത് ഭംഗിയായിട്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റി. നമ്മളെന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് നമ്മുടെ ജീവിതം സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൂടാണ് ഈ വ്രതം എടുത്തത് ഞാൻ. ഇന്നലെ പകൽ സമയത്ത് ഇവിടെ 2-3 സ്ത്രീകൾ വന്നിരുന്നു. ഇവിടുത്തെ മഹാരാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അവരിതുപോലെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് ഇവിടെ. കുറേ ആൾക്കാർ ഒന്നിച്ചിരുന്ന് പ്രഭാഷണം നടത്തി ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതിൽ കൃഷ്ണൻ്റെ തന്നെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ ദിവസം അവർ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ 1-2 വീടുകളിലൊക്കെ നടന്ന് ആൾക്കാരോട് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവരെ അതിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആ ദിവസം ചെന്ന് ആ സംഘടനയിൽ പേര് കൊടുത്ത് ആളായിട്ട് അവിടെ നടക്കുന്ന ഈ പ്രസംഗമൊക്കെ കേട്ട് അവർ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ കേട്ടിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. നേരത്തെ ഒരു ദിവസം ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ത്രീകൾ. രാവിലെ എണീറ്റ് ഞാൻ തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തത്തെ കാര്യം പറയുന്നത്. അത് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. 6:10 വരെ അല്ലയോ, 6:10 തൊട്ടല്ലേ വ്രതം അവസാനിപ്പിക്കാനുള്ള സമയം തുടങ്ങുന്നത്. അപ്പോൾ അത്രേ ആയില്ലായിരുന്നു. അതിനു മുമ്പ് ഹസ്ബൻഡിന് കാപ്പി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. അതിന് ശേഷമാണ് ഞാൻ പിന്നെയും നമ്മുടെ രാവിലത്തെ കാപ്പി കുടി നടത്തിയത്. ഉപ്പുമാവും പഴവുമാണ് ഉണ്ടാക്കിയത്. വേഗം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയാണ് അത് വെച്ചത്. പിന്നെ ഒരുപാട് ക്ഷീണമുള്ളത് കൊണ്ട് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അത് കാരണം ഞാൻ വേഗത്തിലാകുന്ന ഒരു നാസ്തയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സാധാരണ മുരിങ്ങയില ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുരിങ്ങയില കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പുറത്ത് അത് ഒടിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു ചീര ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടതാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നാമം ചൊല്ലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് പിന്നെ കഴിച്ചത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലത്തെ വിളക്ക് കത്തിക്കാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ രാവിലെ വിളക്ക് കൊളുത്താറില്ല, വൈകിട്ട് തന്നെയാണ് വിളക്ക് കൊളുത്തുന്നത്. വെള്ളിയാഴ്ചയും കൊളുത്തും. പിന്നെ നമ്മുടെ ഈ വെറ്റില ദീപം കൊളുത്തുന്ന ആ ദിവസവും കൊളുത്താറുണ്ട് രാവിലെ വിളക്ക്. ഏത് ജനറേഷനിലായാലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പെൺകുട്ടി അവർ സ്വാർത്ഥരായി തീരാറുണ്ട് ഭർത്താവിൻ്റെ കാര്യത്തിൽ. ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ചിന്ത അവരിലുണ്ടാകും. അപ്പം ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടോ അമ്മയോ അവരുമായിട്ടൊക്കെ കൂടുതൽ സഹകരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലൊരു അസൂയയും പകയും ഒക്കെ തോന്നാറുണ്ട്. അത് സത്യമായ ഒരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് ഈ അമ്മമാർ കല്യാണം കഴിച്ച് മകനൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ അമ്മമാരുടെ വിചാരം എന്നോടിപ്പം പണ്ടത്തെ പോലെ സ്നേഹമില്ല, അവൻ എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവളുടെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, അവളെ എല്ലായിടും കൊണ്ടുപോകാറുള്ളൂ, എന്നെ എങ്ങും കൊണ്ടുപോകാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാവും അമ്മമാർക്ക്. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് വലഞ്ഞു പോകുന്നത് ഈ ഭർത്താക്കന്മാരായിരിക്കും മിക്കവാറും. ഈ അമ്മമാരുണ്ടല്ലോ, സ്വന്തം പെൺമക്കൾ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോയാൽ ഒരു പ്രശ്നമില്ല. അതേസമയം മകൻ്റെ കൂടെ മരുമകൾ പോകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ മരുമക്കളുടെ സ്വഭാവം നോക്കിക്കോണം. അവരുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ പെങ്ങന്മാർക്കോ പെങ്ങന്മാരുടെ മക്കൾക്കോ എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ അത് അസൂയയാണ് ഈ മരുമക്കൾക്ക്. അപ്പം പരസ്പരം ഇവർ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ, മനസ്സിലുള്ള ഈ ദുഷ്ടചിന്തകളൊക്കെ മാറ്റാമെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം.
നിങ്ങൾ എന്ത് പറയുന്നു? ശരിയല്ലേ?